പ്രസവരക്ഷ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ചിലർക്ക് തിളച്ച വെള്ളത്തിലെ കുളിയായിരിക്കും. ചിലർക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടി വീട്ടുകാർ നിർബന്ധിച്ച് കഴിപ്പിച്ച കുറേ ലേഹ്യങ്ങളുടെയും കുറുക്കിൻ്റെയും കഥയായിരിക്കും. ചിലർക്ക് ഒന്ന് വെള്ളം കുടിക്കാനോ ബെഡിൽ നിന്ന് ഇറങ്ങാനോ പോലും സമ്മതിക്കാണ്ട് ഫുള്ള് റെസ്റ്റ് എടുപ്പിച്ച അമ്മൂമ്മമാരെയോ ആൻറ്റിമാരെയോ ഒക്കെ ആയിരിക്കും. പ്രസവരക്ഷ എന്ന് പറയുന്നത് ഒരുപാട് മിത്തുകളുള്ളതാണ് നമ്മുടെ നാട്ടിൽ. ശരിക്കും എന്തിനാണ് പ്രസവരക്ഷ ചെയ്യുന്നത്? ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? പ്രസവശേഷമുള്ള ആദ്യത്തെ 45 ദിവസത്തെയാണ് നമ്മൾ സൂതികാകാലം അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ പരിചരണവും ചികിത്സകളും ഒക്കെ വേണ്ട സമയമാണ് ഈ പോസ്റ്റ്നേറ്റൽ പീരീഡ്. പ്രസവം എന്നത് ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിൽ ഒരുപാട് ഉലച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെ പരമാവധി പ്രസവ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്രസവരക്ഷാ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട പ്രത്യേക പരിചരണവും ചികിത്സകളും ആയുർവേദത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ അപ്പോഴത്തെ അവസ്ഥ, മറ്റനുബന്ധ രോഗങ്ങൾ, കാലാവസ്ഥ തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സിനെ മുൻനിർത്തിയാണ് അകമേയുള്ള മരുന്നുകളും പുറമേക്കുള്ള ചികിത്സകളും നമ്മൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി ചെയ്യുന്ന ചികിത്സകൾ വഴി അവരെ പരമാവധി പ്രസവപൂർവാവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാനും ആ സമയത്ത് വരാൻ സാധ്യതയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അശാസ്ത്രീയമായി ചെയ്യുന്ന പ്രസവരക്ഷാ ചികിത്സ ഗുണത്തെക്കാൾ ഉപരി ദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. പ്രസവരക്ഷാ ചികിത്സയിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടെയാണ്. ഈ കാലയളവിൽ പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നതിലൂടെ അമ്മയ്ക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായി സപ്പോർട്ട് കൊടുക്കുവാനും നമുക്ക് കഴിയും.